ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ബന്ധം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണോ നിങ്ങളുടെ ആ ബന്ധം മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട്. എന്നാൽ വേറെ കുറച്ച് ആൾക്കാർക്ക് അവരുടെ പാർട്ട്ണർ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കുന്നതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. അവർക്കത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ട്ണർ അവരോട് തുറന്നു പറയണം, അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസിൽ നിന്ന് മറ്റേ ആൾ മനസ്സിലാക്കിയെടുക്കണം. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക്, അതായത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിക്ക് എങ്ങനെയെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് ഊരിപ്പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഡ്യൂ ടു സം റീസൺസ് അവർക്ക് അതിന് പറ്റാറില്ല, അല്ലെങ്കിൽ അവരതിൽ എന്തെങ്കിലും കാരണം കൊണ്ട് കടിച്ചു തൂങ്ങിയിരിക്കുന്നു. ഈ റീസൺ എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആകാം. അതായത് ഇപ്പോൾ കൂടെയുള്ള പാർട്ട്ണർ ചിലപ്പോൾ പ്രഷർ ചെയ്യുന്നുണ്ടായിരിക്കും, അവർ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ ചിലപ്പോൾ യാചിക്കുന്നുണ്ടായിരിക്കും, നീ പോവരുത്, നീ എന്നെ വിട്ട് പോകരുത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും ആ ബന്ധത്തിൽ നിൽക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം ബന്ധങ്ങളിൽ ഇമോഷണൽ കണക്ഷൻ, ഇമോഷണൽ ഇൻറ്റിമസി, അതുപോലെ ഹാപ്പിനെസ്, സന്തോഷം, ഇത് മൂന്നും വളരെ കുറവായിരിക്കും. ഈ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരിൽ ചിലപ്പോൾ ഇത് ഫേക്കായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കും. എന്നാൽ ഭൂരിഭാഗം റിലേഷൻഷിപ്പുകളിലും ഇത് മൂന്നും ഉണ്ടാവത്തില്ല. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവർ അവരുടെ പാർട്ട്ണറോട് ഒരു വിലയും കാണിക്കത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ മനുഷ്യരായിട്ട് പോലും ചിലപ്പോൾ പരിഗണിക്കണമെന്നില്ല. തീർത്തും അവഗണനയും അതുപോലെ നിരുത്സാഹവും ഒക്കെ ആയിരിക്കും അവർക്ക് ഈ ബന്ധത്തിൽ നേരിടേണ്ടി വരിക. രണ്ടു പേർക്കിടയിൽ ഒരു സ്നേഹബന്ധം എന്നൊക്കെ പറയുമ്പോൾ അതിലെല്ലാം വേണം. അടി വേണം, ഇടി വേണം, സങ്കടം വേണം, അതുപോലെ ദേഷ്യം വേണം, എല്ലാം വേണം. അതുപോലെ തന്നെ വേണ്ടതാണ് സ്നേഹവും അതുപോലെ സന്തോഷവും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് നമ്മുടെ അടുത്ത് നോക്കിയാൽ അതിൽ സ്നേഹവും സന്തോഷവും ഒഴികെ നമ്മൾ മുമ്പ് പറഞ്ഞ ബാക്കി എല്ലാ കാര്യവും ഉണ്ടായിരിക്കും. ആരും ആഗ്രഹിക്കുന്ന ഒരു ബന്ധമേ അല്ല ഇത് സത്യത്തിൽ പറ്റിപ്പോകുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബന്ധങ്ങളിൽ പെട്ടുപോകുന്നതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നിങ്ങളുടെ പാർട്ട്ണർ അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ എനിക്ക് വേണ്ടതൊന്നും തന്നെ ഈ ബന്ധത്തിൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബെറ്റർ നിങ്ങൾ ആ ബന്ധത്തിൽ നിന്നും സ്പ്ലിറ്റ് ആവുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് പോയത് കൊണ്ട് യാതൊരു ഗുണവുമില്ല. സത്യത്തിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല, പിന്നെ 10 പേരെ കാണിക്കാൻ അല്ലെ അവരെ ഒന്ന് കേൾപ്പിക്കാൻ മാത്രമായിട്ട് ഒരു ബന്ധം, അത്രയും. ഇത്തരം ബന്ധത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അല്ലെ കടന്നു പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകുമായിരിക്കും. തീരെ താല്പര്യമില്ലാതാണ് ഒരാൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം അവരോട് അവതരിപ്പിക്കുക, എന്നിട്ട് വേണ്ട ആക്ഷൻ എടുക്കുക. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പാർട്ട്ണറെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രമാക്കുക. ആദ്യം ഇത് നിങ്ങൾക്ക് കുറച്ച് മനപ്രയാസമൊക്കെ ഉണ്ടാക്കുമെങ്കിലും പിന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്നുള്ളത്. ഈ ചീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഭൂരിഭാഗവും സംഭവിക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പുകളിലൊക്കെ തന്നെയാണ്. അവിടം വരെയൊക്കെ അത്രയും പ്രഷറിലേക്കൊക്കെ പോകുന്നതിൽ നല്ലത് നമ്മൾ അപ്പോഴേ ആ ബന്ധം രണ്ടാക്കിയതിന് ശേഷം നമ്മുടെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാഥാർത്ഥ്യത്തിൽ റിയാലിറ്റിയിൽ എപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂട്ടത്തിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.